അധികാരി പ്രസാദ് അവർകളെ ഇവിടെ സ്ഥാനസമ്പൂർണവും രസകരവും ധാർമ്മിക മൂല്യവുമുള്ള പ്രഭാഷണം നടത്തിയ ബഹുമാനായ ഉദാർജി, അതുപോലെ ബഹുമാനായ അഖിലേഷ്, ജയറാംജി, മറ്റേ ഉദയൻജി, ബഹുമാന്യരെ, ക്യാമ്പ് അംഗങ്ങളെ, എന്നേക്കാൾ അനുഭവം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എന്നേക്കാൾ ഉയർന്ന പടിയിലുള്ള ഒരുപാട് സഹോദരങ്ങളുടെ മുമ്പിലാണ് ഇവിടെ ഇരിക്കുന്ന ക്യാമ്പംഗങ്ങൾ പലരും ഇവിടെ പരിശോധിച്ചപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അധികം ആളുകൾ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുള്ളവരാണ്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് എന്നൊക്കെ ഇവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയുണ്ടായി. വലിയ വലിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഈ നമ്മുടെ സംഭവവുമായി, ഈ സംരംഭവുമായി 10-15 വർഷം ഗ്രാമാമൃത യോജനയുടെ, ധർമ്മസ്ഥല ഗ്രാമാമൃത യോജനയുടെ ഭാഗമായി ഒരു 10-15 വർഷം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അനുജനോ ഏട്ടനോ ഒരു സഹോദരൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഉപദേശമല്ല, ഉപദേശിക്കാൻ എനിക്ക് അർഹതയില്ല. ബഹുമാനായ കുണ്ടാർജി ഇവിടെ വളരെ കാര്യമായിട്ട് നിങ്ങളെ ഉപദേശിച്ചു. അദ്ദേഹം അതിന് അർഹനായ ഒരു വ്യക്തിത്വമാണ്. ഞാൻ നിങ്ങളെ പോലത്തെ ഒരാളാണ്, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകതകളൊന്നും എനിക്കില്ല. പക്ഷേ 10-15 വർഷമായി ധർമ്മസ്ഥല ഗ്രാമാമൃത യോജനയുടെ ഭാഗമായി ക്യാമ്പ് 1930 ക്യാമ്പാണ്. ഇപ്പം ഈ കാസർഗോഡ് മേഖലയിൽ തന്നെ ഈ അടുത്ത കാലത്ത് കുറേ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ആ ക്യാമ്പുകളിലെല്ലാം, കാസർഗോഡ് മേഖലയിൽ നടത്തിയ ക്യാമ്പുകളിലെല്ലാം പങ്കാളിയായ ഒരാളെന്ന നിലയിൽ ചില അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ അരമണിക്കൂർ ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ. ചോദിക്കാനായി അല്ലേ? എല്ലാവരും ഉഷാറല്ലേ? എല്ലാവരും ഉഷാറല്ലേ? യെസ്, എല്ലാവരും ഉഷാറാണ്. ഇവിടെ വന്നത് നമ്മൾ ഒരു സ്വഭാവം കൊണ്ട് മാത്രം ചെറിയ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മറ്റ് പല കാര്യങ്ങളിലും, നിങ്ങളുടെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങൾ മറ്റ് പല കാര്യങ്ങളിലൊക്കെ മെച്ചപ്പെട്ട രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. പക്ഷേ ഈ മദ്യപാനം, ലഹരി ഉപയോഗിക്കുന്ന ഒരു ശീലം എങ്ങനെയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. അത് ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടാവാം, ജോലി സ്ഥലത്ത് കൂടെ ഫ്രീ ഉണ്ടാകുമ്പോൾ ഒന്ന് ചെയ്തിട്ട് പിന്നെ അല്പം തുടങ്ങി ഈ ഒരു ക്ലാസ് കഴിക്കുക, ഈ കുറച്ച് പിടിക്കുക, പ്രശ്നമൊന്നുമില്ല ഇത് എന്ന് പറയുന്നവരാണ്. കോളേജിൽ നിന്ന് കൂട്ടുകാരുടെ കൂടെ ചിലപ്പോൾ ചെറുപ്പക്കാരൊക്കെ അങ്ങനെയായിരിക്കാം. ചെറുപ്പക്കാരുടെ സുഹൃത്തുക്കളെല്ലാം കൂടി അല്ലേ, വലിയ വലിയ എഴുത്തുകാരുടെ കൊട്ടേഷൻ എല്ലാം ഈ കോളേജിലൊക്കെ മദ്യം കുടിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ പ്രേരിപ്പിക്കുന്നത്. H.G. Wells പറഞ്ഞിട്ടില്ലേ, കുപ്പിയിലടച്ച കവിതയാണ് മദ്യം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പോയട്രിയൊക്കെയാ പറയുന്നത്. അത് കള്ളുടിച്ചിട്ട് എഴുതിയ കവിതയാണ് ഈ അല്ലേ, കുപ്പിയിലടച്ച കവിതയാണ് മദ്യം എന്നൊക്കെ. അപ്പോൾ മദ്യത്തെ വാഴ്ത്തി പറഞ്ഞവരുടെ എണ്ണം ലോകത്ത് വളരെ കുറവാണ്. പക്ഷേ ഇതിന്റെ ദൂഷ്യഫലം ആരൊക്കെ ധാർമ്മിക രംഗത്ത് ലോകത്തെ ഉപദേശിക്കുന്നുണ്ടോ അവരെല്ലാം ഇതിന്റെ ദൂഷ്യഫലം പറഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് പറയുന്നില്ല, അത്രമാത്രം നീണ്ടതാണ് ദൂഷ്യഫലങ്ങൾ പറഞ്ഞ മഹാന്മാരുടെ പേരുകൾ. ഇത് അല്ലേ, കുടിച്ചാൽ കുറച്ച് ധൈര്യം വരും എന്നൊക്കെ പറഞ്ഞത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്. ആ ചുരുക്കം ആളുകൾ ആ ലഹരി കൊണ്ട് തന്നെ പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാത്തവരാരുമില്ല. അറിയാത്തത് കുടിച്ചതൊന്നുമല്ല, അറിയാത്തതുകൊണ്ട് കുടിച്ചു പോയതൊന്നുമല്ല, എല്ലാവർക്കും അറിയാം.
എന്തെല്ലാം? സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടും, അല്ലേ? പറഞ്ഞില്ലേ, സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടും. ഒന്ന്, കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടും. രണ്ട്, ഭാര്യ മക്കൾ അവര് പോലും ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളെ തള്ളിപ്പറയും, നമ്മുടെ അഭിപ്രായത്തെ വില വെക്കില്ല, അല്ലേ? ഭാര്യ മക്കളും അങ്ങനെ കുടിച്ചിട്ട് വന്ന് ഭ്രാന്ത് വരണ്ട എന്ന് പറയും. അപ്പൊ ഭാര്യ അംഗീകരിക്കില്ല, മക്കൾ അംഗീകരിക്കില്ല, സമൂഹം അംഗീകരിക്കില്ല. പിന്നെയോ നമ്മുടെ പൈസ എത്രയാ പോകുന്നത്? കണക്കുണ്ട്, അത് കണക്കാക്കിന എത്ര വർഷമായി നിങ്ങൾ മദ്യപിക്കുന്നതെന്ന് കണക്കാക്കുക. എന്നിട്ട് ഒരു ഏവറേജ് ഒരു ദിവസത്തിന് എത്ര ചെലവഴിച്ചു എന്ന് നോക്കുക. ഏകദേശം എത്ര? ചെറിയ പ്രായം എത്ര ഏകദേശം ഒരു ദിവസത്തിലല്ലേ? അതെല്ലാം കൂടുമ്പോ അതെ. അപ്പൊ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലമൊക്കെ തുടങ്ങിയിട്ടിരിക്കുക, എത്ര പൈസയാവും, അല്ലേ? ആ പൈസ എല്ലാം നമുക്ക് കുടുംബത്തിനും നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പൈസയാണ്. അതെന്തായി? ഇത് കൊടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, അതെല്ലാം ഒരു ശിബിരത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട്, ചെറിയ കുട്ടികളോട്, നിങ്ങളെങ്ങനെ പറയില്ല, ചെറിയ കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങളെ ഒരു അങ്ങനെ ചോദ്യം ഒന്ന് ചോദിക്കേണ്ടപ്പാ, ഉണ്ടാതിരിക്കുക, നമ്മുടെ ഇയാൾ പറയുന്ന കേൾക്കാം, എന്തെങ്കിലും പറയുന്നു നോക്കാം എന്ന് പറഞ്ഞ് ഉണ്ടാതിരിക്കും. കുട്ടികളോട് ഇങ്ങനെ വെറുതെ ക്ലാസ് എടുക്കുമ്പോൾ ഈ കുട്ടികളാണല്ലോ ഇപ്പോൾ പുതിയ പുതിയ ലഹരിയല്ല, കഞ്ചാവ്, മറ്റേ കുറേ പേരുണ്ട്. പേരൊന്നും ഞാൻ കുട്ടികളുടെ ക്ലാസ്സിൽ പറയില്ല, കാരണം അത് ഇന്റർനെറ്റിൽ അടിച്ചു നോക്കും. മാഷ് പറഞ്ഞ അത് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ പേരുകളുണ്ട് പുതിയ. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളിങ്ങനെ ഇതിന്റെ ലാഭം, ഞാൻ മുതിർന്നവർ മദ്യപിച്ചാറുണ്ട്, ആ ലാഭം ഇങ്ങനെ പറഞ്ഞു. ലാഭമൊക്കെ പറഞ്ഞ് അവസാനം ചോദിച്ചു, എത്രയായി? ഏകദേശം 10 വർഷം മദ്യപിക്കുന്നവരവിടെ കണക്കുന്നത് 35 ലക്ഷം വരുന്നുണ്ട്. നോക്കണേ, 35 ലക്ഷം വരുന്നുണ്ട്. അപ്പോൾ ഇന്നോവ കാർ വാങ്ങാനുള്ള പൈസയായി. നല്ലൊരു ഇന്നോവ കാർ വാങ്ങാൻ 35 ലക്ഷത്തിന് കിട്ടും. അപ്പോഴവർ ചോദിച്ചു, സാറ് ഇതുവരെ മദ്യപിച്ചിട്ട്? ഇല്ല, ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല മോനെ, അങ്ങനെ ശീലമാക്കിയിട്ടില്ല, കാരണം അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതുവരെ ലഹരി തൊട്ടിട്ടില്ല. അങ്ങനെയാ? അപ്പോ നിങ്ങൾ എത്ര കുറച്ച് കുടിക്കാതെ 50 വയസ്സിന് എടുത്തായില്ലേ? അതെ. അപ്പൊ നിങ്ങൾ എത്ര പൈസ ഒഴിയണം? 35 ലക്ഷം ഒന്നുമല്ല, കുറേ ഒഴിയണം. അപ്പൊ നിങ്ങൾ ഇന്നോവ കാർ എടുത്തു, എന്തിന് വന്നേ ഓർഡർ ചെയ്തു? നിങ്ങൾ ഇന്നോവ കാർ എടുത്തു. കുട്ടികളാകുമ്പോൾ അവനൊക്കെ ചോദിക്കും, തമാശ രൂപത്തിലേക്ക്. യഥാർത്ഥത്തിൽ നമ്മൾ കുടിക്കുമ്പോൾ കുടിക്കുന്ന പണം എങ്ങനെയായിട്ട് കണ്ടെത്തും? അല്ലെങ്കിൽ അങ്ങനെ പണം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, പണിക്ക് പോകാൻ മടിയാവും. ഇത് കുടിക്കുന്ന സമയമാകുമ്പോൾ നിനക്കറിയുമല്ലോ, ഈ പൈസ എങ്ങനെയായിട്ടും കണ്ടെത്തും. ആരെ ഫ്രണ്ട്ഷിപ്പിന്നോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കടം വാങ്ങിയോ, ഒന്നുമില്ലെങ്കിൽ ഭാര്യയുടെ ഈ കടിക്കടി പൊട്ടിച്ചിട്ടോ, അല്ലെങ്കിൽ അമ്മയുടെ പേഴ്സിൽ നിന്ന് പിന്നെ കൈയിട്ടോ, അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ എങ്ങനെയായിട്ട് നമ്മൾ അത് ആ സമയമാകുമ്പോൾ കണ്ടെത്തും. അത് കുടിക്കുന്നില്ലെങ്കിൽ അത്ര പൈസ ഇതുണ്ടാവില്ല. പണിക്കാ പോയാൽ പോയില്ല, അരി വാങ്ങണം, അത് ഘട്ടം കൊണ്ടുവരും, പിന്നെ എടുക്കും. അങ്ങനെ പൈസ മുഴുവൻ പോയത് ഇങ്ങനെ ബാറിലേക്കും നമ്മുടെ നാശമാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടവും അറിയാലോ. അതിന് തർക്കമില്ലല്ലോ, സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടായിട്ട് പൈസ പോയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെയോ കീസ കാര്യമായിട്ടുണ്ട്, സമൂഹത്തിന് വിലയില്ലാതായിട്ടുണ്ട്, പിന്നെന്തായിട്ടുണ്ട്? കുടുംബത്തിന് ഒറ്റപ്പെട്ടിട്ടുണ്ട്, അവരടുത്ത് ബഹുമാനം ഇല്ലാതായിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട്, നല്ലോണം ബാധിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അല്ലെങ്കിൽ ശരീരത്തെ ബാധിക്കുന്നില്ല. ഇപ്പൊ കുടിക്കാത്തോ മരിക്കുന്നില്ലേ? കുടിക്കുന്ന ആളുകളുടെ വേറെ ചോദ്യങ്ങളാണ്. കുടിക്കാത്തോ മരിക്കുന്നില്ല, അത് മരിക്കും. പക്ഷെ ഇത് വേഗത പോകും, കരളിൽ പോകും. കുടിക്കാത്തവന്റെ കരളും പോകും. പക്ഷെ കുടിക്കാത്തവന്റെ കരളിൽ പോകുന്നതിനേക്കാൾ വേഗത്തിൽ കരളിൽ പോകും, ഉറപ്പാണ്. കുടിക്കാത്തവന്റെ ഹൃദയം പൊട്ടുന്നതിനേക്കാൾ എളുപ്പത്തിൽ പെട്ടെന്ന് കുടിക്കുന്നവന്റെ ഹൃദയം പൊട്ടും. ഏറ്റവും വലിയ പ്രശ്നം പറയാം, കുറേ വർഷം കുടിച്ചാൽ ജീവുണ്ടാവില്ല, കാലിനും കൈക്കൊന്നും ശക്തി കുറയും. പിന്നെ ഒരിക്കൽ കുടിക്കുമ്പോൾ ഒരു ശവം, പിന്നെ അതിലെ കാറ്റുപോയ ബലൂണ് പോലെ. ഇപ്പോ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവും, ഇപ്പൊ 2 ദിവസമായില്ലേ. അപ്പൊ ഇത് ശീലി ഉള്ള ആൾക്ക് പെട്ടെന്ന് ഇത് നിർത്തുമ്പോൾ തന്നിട്ടുണ്ടാവും, അതിന്റെ സംവിധാനം വഴിയുണ്ട്. എങ്കിലും നമുക്കൊരു പറയാനും ഒരു ഉന്മേഷമില്ലായ്മയൊക്കെ ഉണ്ടാവും. അത് ഇവിടുത്തെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറേ കുറച്ച് പോകും. യോഗയുണ്ട് അല്ലേ, രാവിലെ എക്സസൈസ് ഒക്കെ അല്ലേ, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വിടവാങ്ങൽ ലക്ഷണമെന്നാണ് പറയുന്നത്. ഇപ്പൊ കുടിക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ മാനസിക പ്രയാസവും ശാരീരികത്തിന്റെ
ശരീരത്തിന്റെ ഒരു വിറയിലും ഒക്കെ നമുക്ക് 2 ദിവസത്തിനകം 9-ാം തീയതി നിങ്ങൾ എഴുതി പോകുമ്പോൾ നല്ല ഉഷാറാവും, നല്ല പുതിയ പോലെ കേട്ടോ. ഇതിന് പോയിട്ട് ശേഖരം ചെയ്തിട്ട് വീട്ടിലൊരു പൂക്ക് പോകണം, എണ്ടെത്തി അല്ലേ? ഭാര്യ ബഹുമാനപൂർവം സ്വീകരിക്കും, ആദരപൂർവം ഭാര്യ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഇവിടെ കല്യാണമെല്ലാം ഉണ്ട് വീണ്ടും ഒരു കല്യാണം, കാരണം പുതിയ മനുഷ്യനായ അവസ്ഥയിൽ. അപ്പൊ കല്യാണം കഴിക്കാത്ത ഞാൻ എന്താക്കുന്ന ചോദിച്ചിരിക്കും, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല ഇല്ല, അപ്പോ നിങ്ങൾക്ക് അമ്മയും ലവ് ഉണ്ടാ? അത് ശരി. ഏതായാലും ലവർക്ക് നിങ്ങൾക്ക് ഒരു ഇംപ്രഷൻ വരും ഇതെല്ലാം നിർത്തി അറിയുമ്പോൾ. അപ്പൊ ഏതായാലും നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഉഷാറായിട്ട് സേവെല്ലാം ചെയ്ത് പഴയ നമ്മൾ ആ കല്യാണ ദിവസം ആദ്യം നമ്മുടെ വിളക്കിന്റെ മുമ്പിൽ ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് സത്യം ചെയ്തിട്ടില്ലേ, നിന്നെ ജീവിതകാലം മുഴുവനും ഞാൻ നിധി പോലെ സൂക്ഷിക്കും എന്ന് പറഞ്ഞല്ലേ വിളക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ എണ്ണത്തെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയത്. എന്നെ നിധി പോലെ സൂക്ഷിച്ചല്ല, അവരുടെ നിധിയല്ല നിങ്ങള് പോക്കറ്റിൽ കൈയിട്ട് കൊണ്ടുപോയി കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇത് ഒരു തെറ്റാണോ? നിങ്ങളൊരു തെറ്റ് ചെയ്ത ആളാണോ? അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണം. പാപം ആണ് മദ്യപാനം. പക്ഷേ ആ പാപം ചെയ്ത ആള് പാപിയാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പാപത്തെയാണ് വെറുക്കേണ്ടത്. നിങ്ങളുടെ മദ്യപാനം എന്ന ശീലത്തെയാണ് നിങ്ങൾ വെറുക്കേണ്ടത്. നിങ്ങളും സമൂഹവും. നിങ്ങളെ ഒരാളും വെറുക്കാൻ പാടില്ല. നിങ്ങൾ നമ്മുടെ സഹോദരനാണ്. പുഷ്പങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്. എത്ര പുഷ്പങ്ങളുണ്ട് അറിയാം? മനോഹരമായ ഓരോ മനുഷ്യനും ഓരോ പുഷ്പങ്ങളാട്ടോ. എന്താ സുന്ദരനായ ഒരു പുഷ്പം, എത്ര സൗന്ദര്യമുണ്ട് കാണാൻ. കുറച്ചൊരു 10 കൊല്ലം കഴിഞ്ഞാൽ എന്റെ ഈ സൗന്ദര്യം എല്ലാം പോകും. എന്തുകൊണ്ടാ? അതാ മദ്യം ഉണ്ടാക്കുന്നത്. നമ്മൾ 140 കോടി പുഷ്പങ്ങളുണ്ട് ഇവിടെ ഈ നമ്മുടെ ഭാരത രാജ്യത്ത്, നമ്മുടെ പുണ്യഭൂമിയിൽ 140 കോടി അല്ലേ പുഷ്പങ്ങളുണ്ട്. അത് ഒരു പുഷ്പമാണ് നിങ്ങൾ, ഒരു പുഷ്പമാണ് ഞാൻ, ഒരു പുഷ്പമാണ് ഉണ്ടാക്കി. വിവിധ നിറമുള്ള, വിവിധ മണമുള്ള, വിവിധ സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ പുണ്യഭൂമി. ആ പുണ്യഭൂമി നിങ്ങളുടെ ഒരു പുഷ്പമാണ്. നിങ്ങളുടെ സുഗന്ധം പുറത്തു വരുന്ന സമയത്താണ് നിങ്ങൾ ആ പുഷ്പത്തെ ഉണക്കിക്കളയാനുള്ള പ്രവൃത്തി ഏതോ വിധത്തിൽ പെട്ടുപോയത്. അതുകൊണ്ട് നിങ്ങൾ എന്തല്ല, നിങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ടനോ അല്ലെങ്കിൽ അപമതി പുറവാക്കുന്നവനോ അല്ല. നിങ്ങളും ഈ രാജ്യത്തിന്റെ പൗരനാണ്. ഒത്തിരി വ്യത്യാസമുണ്ടോ? കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഗൗതം അദാനിക്ക് എത്രയാ വോട്ട്? ഒന്നേയുള്ളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അധികാരത്തിന്റെ മൊത്തം കടിഞ്ഞാൻ കയ്യിലുള്ള നരേന്ദ്ര മോദിജിക്ക് എത്ര വോട്ട്? ഒന്നേ ഉള്ളൂ. പിണറായി വിജയൻ എത്ര വോട്ട്? ഒന്നേ ഉള്ളൂ. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള വോട്ട് ഒന്നേ ഉള്ളൂ. എനിക്കോ നിങ്ങൾക്കോ? അപ്പൊ ഇന്ത്യയിൽ നമ്മളെല്ലാവരും തുല്യരാണ്. നമ്മുടെ ഭാരതാംബയുടെ മക്കളാണ്. നമ്മൾ ഒരുപാട് നിറമുള്ള, ഒരുപാട് സുഗന്ധമുള്ള പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങൾ കൂടുതൽ പുഷ്പിച്ച് കൂടുതൽ സുഗന്ധം ഈ നാട്ടിന് പരത്തേണ്ടതാണ്. അതാണ് നമ്മുടെ ധർമ്മം. ധർമ്മം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ധർമ്മം? നാം ചെയ്യേണ്ട കടമ. എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അവരവർക്കൊരു കടമ നൽകിയിട്ടുണ്ട്. ഒരു കർത്തവ്യമുണ്ട്, ഒരു ജീവിത ലക്ഷ്യമുണ്ട്. വെറുതെ ദൈവം സൃഷ്ടിച്ചു വിടൂല അല്ലേ? ആ ജീവിത ലക്ഷ്യം ആർക്ക്? മനുഷ്യർക്ക് മാത്രമാണോ? മൃഗങ്ങൾക്കില്ലേ സ്വാമിജി? മൃഗങ്ങൾക്കുണ്ട്. കോഴിക്ക് കോഴിന്റെ, ആടിന് ആടിന്റെ, പോത്തിന് പോത്തിന്റെ, അവരുടെ ജീവിത ധർമ്മമുണ്ട്. ആ ധർമ്മം നമ്മൾ പാലിക്കണം. അതിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരുന്നത് ഈ മദ്യത്തിന്, ലഹരിക്ക് അടിമപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ നമ്മൾ എല്ലാവരും വെറുക്കും. പിന്നീട് നമ്മൾ അതിൽ നിന്നും മുക്തി നേടുന്ന നിങ്ങളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഇത് മുക്തി നേടിക്കഴിഞ്ഞാൽ ഇതെവിടെയാ? ഇതൊരു ആരാധനാലയത്തിന്റെ, ശാരദാംബ അല്ലെ, ദേവീക്ഷേത്രത്തിന്റെ സന്നിധിയിലാണ്. നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് ധർമ്മസ്ഥല മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു മഹത്വം ഉൾക്കൊള്ളുന്ന സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിലാണ്. അപ്പോ ഈ എന്താണ് അല്ലെ
ഇവിടെ ഈ അമ്പലമുറ്റത്താണ് നമ്മൾ പുതിയ ശപഥം എടുക്കുന്നത്. ഇനി ഞാൻ ഇത് കൈകൊണ്ട് തൊടില്ല, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ ദൈവ സങ്കല്പത്തിന് വേണ്ടി എന്റെ ജീവിത വ്രതം ഞാൻ ഇതാ അനുഷ്ഠിക്കുന്നു എന്ന് ഇവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്യുന്നത് ഈ പുണ്യഭൂമിയിൽ നിന്നാണ്, ഈ അമ്പലമുറ്റത്ത് നിന്നാണ്. അമ്പലം എന്നാണ് അർത്ഥം. സ്വാമിജി കന്നഡത്തിൽ പറഞ്ഞു തോന്നുന്നു, എനിക്ക് ക്ലിയർ ആയിട്ടില്ല, ഞാനൊന്നും കൂടി പറയാം. അമ്പലം എന്നാണ് എന്താണ്? നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന സ്ഥലമാണ്. നമ്മൾ നാശത്തിൽ നിന്നും രക്ഷിക്കുന്ന സ്ഥലം, അതാണ് ക്ഷേത്രം. അതാണ് നമ്മളൊരു നാശമുണ്ട് ഇപ്പോ, എന്താണ്? മദ്യപിക്കണം എന്നൊരു ആസക്തി, അതിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഇടമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. രണ്ട് ശക്തികളാണ് നമ്മെ വലയം ചെയ്യുന്നത്. ആരൊക്കെയാ? ഒന്ന് ഈ പരിസരത്തിൽ പ്രതിഷ്ഠയായി നിലകൊള്ളുന്ന നമ്മുടെ സരദാംബ ദേവിയുടെ, മറ്റൊന്നോ മഞ്ജുനാഥ ക്ഷേത്ര സന്നിധിയുടെ ആഭിമുഖ്യത്തിലുള്ള സംഘടനാ സംവിധാനങ്ങൾ. അപ്പോ മലയാളത്തിലെ അമ്പലം എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിന്റെ അർത്ഥം. മലയാളത്തിലെ അമ്പലം എന്ന് പറയാ അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം. സ്നേഹം കളിയാടുന്ന ഇടം. സ്നേഹമല്ലേ? എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് വെറുപ്പുണ്ടായിരിക്കെങ്കിലും എന്താ? ഇവിടെ ഏറ്റവും നല്ല സ്നേഹമാണ്. പിന്നെ നല്ലോണം സ്നേഹമുള്ള മറ്റൊരു സ്ഥലമുണ്ട്. ഒരു വർഗീയതയില്ലാത്ത, ഒരു ദേഷ്യമില്ലാത്ത, ഒരു തിരക്കുമില്ലാതെ അച്ചടക്കോടെ ക്യൂ നിന്ന് സാധനം വാങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെ? അവിടെ ഒരു വർഗീയമില്ല, ഒരു ജാതീയതയില്ല. എത്ര ഐക്യമാണ്! അപ്പൊ ആ ഐക്യം ഉപേക്ഷിച്ച് ലൈന് പോയി ഇങ്ങനെ കറക്റ്റ് ഉണ്ടാവും. ആ ഐക്യം ഉപേക്ഷിച്ച്, ആ ദുഷിച്ച മാർഗത്തിലേക്കുള്ള ഐക്യം ഉപേക്ഷിച്ച് ഇതാ നന്മയുടെ മാർഗത്തിലേക്കുള്ള ഐക്യത്തിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭാഗ്യവന്മാരാണ്. ഈ ഭാഗ്യം ചെയ്ത നിങ്ങൾ ഇതാ 9-ാം തീയതി ഷേവൊക്കെ ചെയ്ത് മണവാളിനെ പോലെ പുതിയ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോയി 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കുടുംബക്കാരോട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാരെല്ലാം വിളിച്ചിവിടെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അവരോട് പറയുന്നത് എന്തറിയോ? നിങ്ങൾ പഴയ കഥ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയുക. ഞങ്ങൾ മെയിൻ ആയിട്ട് പറയുന്ന ക്ലാസ് ആണ്. പണ്ടത്തെ കഥ പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാൻ പാടില്ല, ഇവർ ആക്ഷേപിക്കാൻ പാടില്ല. ഞാന് ഭാര്യമാരെ കുറ്റം പറയുന്നല്ല, അവരുടെ ഒരു സ്വഭാവം എന്താ അറിയോ? ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഒരു അനുഭവം കഥ പറയാം. കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് അവിടെ ഒരു ടീച്ചർ വന്നു, പുതിയ. അപ്പൊ ടീച്ചർക്ക് ചെറിയ മീശയില്ല, ചെറിയ നേർത്ത മീശയില്ല, ഒരു മീശ, നല്ല സുന്ദരിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ ചെറിയ പ്രായമാണ്, നോക്കിയിട്ട് ഭാര്യയോട് വീട്ടിൽ നിന്ന് പറഞ്ഞു, ഞങ്ങളെ കോളേജിൽ ഇപ്പൊ ഒരു ടീച്ചർ വന്നിട്ടുണ്ട് പുതിയ, നല്ല ചെറിയ മീശയാണ്, നല്ല സ്റ്റൈലുണ്ട് എന്ന് പറഞ്ഞു. അതെയോ എന്ന് ചോദിച്ചോട്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. 4 വർഷം കഴിഞ്ഞ് എന്റെ വീടിന്റെ പണി, ജയരാമ എവിടെ ഉണ്ട്? കൊല്ലത്തെ. അതാ ജയരാമ. 4 വർഷം കഴിഞ്ഞ വീടിന്റെ പണി തുടങ്ങുമ്പോ, വീടിന്റെ പണി നടക്കുന്നുണ്ടേ, അപ്പോഴേ ഈ സിറ്റൗട്ടിന്റെ മുമ്പിൽ കുറെ ടൈൽസ് ഇത് ഇടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടായി. ഞാൻ രാത്രി ഇങ്ങനെ യോഗവും മീറ്റിങ്ങും രാഷ്ട്രീയവും പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രി പാതിരാക്കാതെ വരുന്നു. വന്നപ്പോ ഇത് ഞാൻ ഇത് വെച്ചത് വന്ന് ലോഡിറക്കിയത് അറിഞ്ഞിട്ടില്ല. ഞാൻ വന്ന് ഇത് തട്ടിപ്പോയി, കാല് മുറിഞ്ഞു. അപ്പൊ ഭാര്യവാതിൽ വന്ന് കാല് മുറിഞ്ഞിട്ട് കാണും. അപ്പൊ പറഞ്ഞത് അയ്യോ മുറിഞ്ഞു പോയാന്നല്ല ആലോചിച്ചത്. അത് ശരി, ഇത്ര അധികം അട്ടി ഇട്ടിട്ട് ഈ ടൈൽസിന്റെ കെട്ട് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെ? തട്ടിപ്പോണു അല്ലേ? ആ പെണ്ണുങ്ങളെ പൊടിമീശ കണ്ടില്ലല്ലോ ഒന്നോ? 4 കൊല്ലം മുമ്പത്തെ കാര്യം അത് ഓർമ്മിച്ചിട്ടുണ്ടായി പെണ്ണുങ്ങൾ. 4 കൊല്ലം മുമ്പത്തെ പൊടിമീശന്റെ കാര്യം. ഇത് 4 കൊല്ലം കഴിഞ്ഞ തട്ടി വീണത്. അപ്പൊ പറഞ്ഞത് ഈ ടൈൽസ് കണ്ടിട്ടില്ല അല്ലെ? ഇത്രക്കുള്ള പൊടിമീശ കണ്ടിട്ടില്ല. എന്റെ ഭാര്യ വളരെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ താരതമ്യം ക്ലാസ്സിൽ എടുക്കുന്നുണ്ടാവോ? ക്ലാസ് എടുക്കുന്നവർ ഒരു കാരണവശാലും നിങ്ങളെ പഴയ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ കഴിഞ്ഞു,
അത് ഒരു ജന്മമാണ്. ഇതാ പുതിയ ജന്മമാണ് 9-ാം തീയതി മുതൽ നിങ്ങൾ അങ്ങോട്ട്. ജന്മം മാറും കേട്ടോ. ജന്മം മാറിയാൽ അംഗീകാരം കിട്ടും കേട്ടോ. അംഗീകാരം കിട്ടിയാൽ രാഷ്ട്ര തലവൻ വരെ ആവും കേട്ടോ. ലോകം ആരാധിക്കുന്ന ആരാധ്യ ഗുരുവായിട്ട് മാറും കേട്ടോ. ഉദാഹരണം പറയട്ടെ, രാമായണം എഴുതിയ വാൽമീകിയെ നിങ്ങൾക്കറിയാം. വാൽമീകി കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പഴയ പേരറിയോ? പഴയ പേര് അദ്ദേഹത്തിന്റെ ഈ വാൽമീകിന് പേര് വരുന്ന കാരണമല്ല അറിയാം. ഇദ്ദേഹത്തിന് ഇരുത്തി ഞാൻ പറയാതിരിക്കുന്നതാണ്. ഏതായാലും ഈ പുറ്റിൽ താമസിച്ചിരുന്ന പുറ്റിൽ നിന്നും വന്ന ആൾ എന്നതിനാണ് വാൽമീകി എന്ന് പേര് വന്നത്. അതിന് മുമ്പ് അദ്ദേഹത്തിന് പേരുണ്ട്. ഒരു കാട്ടാളനായിരുന്നു അദ്ദേഹം. രത്നാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രത്നാകരൻ. അദ്ദേഹം വഴിയിൽ പോകുന്ന, കാട്ടിലൂടെ പോകുന്ന ഈ കച്ചവട സംഘങ്ങളെ പിടിച്ചു നിർത്തി, കത്തി കാട്ടി, ഭീഷണിപ്പെടുത്തി കൊള്ള ചെയ്യുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ ഒരു കച്ചവട സംഘത്തിൽ ഒരു സാർത്ഥ മഹാസംഘം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൽ മാമുനിമാരായ ഒരുപാട് മഹർഷിമാരുണ്ടായിരുന്നു. ആ മഹർഷിമാരുടെ പാണ്ഡങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല എന്നല്ല അറിയാലോ. ഭൗതിക കാര്യം ത്യജിച്ചവരാണ് മഹർഷിമാർ. എന്നിട്ടും ഈ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ അവരുടെ പാണ്ഡം മോഷ്ടിച്ചു. അവർ ഒരു ദിവസത്തെ അന്നത്തിന് വെച്ചിരുന്ന റൊട്ടി പോലുള്ള ഭക്ഷണം ഇദ്ദേഹം മോഷ്ടിച്ചു. എന്നിട്ട് അവർ ഈ മോഷ്ടിച്ച കള്ളനോട് പറഞ്ഞു, നിങ്ങൾ ഇതെന്തിനാണ് നിങ്ങൾ മോഷ്ടിച്ചത്? അങ്ങനെയാണ് മാസ്റ്റർമാർ ബഹളം വെക്കൊന്നുമില്ല, നേരെ ചോദിക്കും, എന്തിനാണ് ഞാൻ ഈ ഭീഷണിപ്പെടുത്തി മോഷ്ടിക്കുന്നത്? അപ്പോ രത്നാകരൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കാട്ടാളൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് ഭക്ഷണമില്ല, അത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മഹർഷി അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറഞ്ഞു, നിങ്ങൾ ഭാര്യയോടും മക്കൾക്കും ഈ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ ഭാര്യയോടും മക്കളോട് പറയണം, നിങ്ങൾക്ക് ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഭക്ഷണമാണ്, ഇതിൽ മോഷണത്തിന് പാപമുണ്ട്, ഈ പാപത്തിന്റെ പങ്ക് നിങ്ങളും കൂടി വഹിക്കുമോ എന്ന് ചോദിക്കണം. അത് ഓക്കെ, എഗ്രിയായി. അങ്ങനെ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടുപോയിട്ട് ഭാര്യക്ക് കൊടുത്തു, മക്കൾക്ക് തിന്നു. ആവേശത്തോടെ ഭാര്യ മക്കളും ഈ കട്ടുകൊണ്ടുവന്ന മുതലെ കൊണ്ട് തിന്നപ്പോ ഈ രത്നാകരൻ നിർന്നാളെ ചോദിച്ചു, ഇതിന് കുറ്റമുണ്ട് കേട്ടോ, ഇത് അധാർമികമാണ് കേട്ടോ, അതുകൊണ്ട് ഇത് തിന്ന നിങ്ങൾക്കും കുറ്റമുണ്ടാവും, കട്ടുകൊണ്ടത് എനിക്ക് മാത്രമല്ല, അതിന് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, എന്താ നിങ്ങൾ കട്ടിന് കൊടുത്തത് ഞാൻ കുറ്റം ഏറ്റെടുക്കുന്നതിന്? എനിക്ക് നിങ്ങൾ കൊണ്ടു തന്നല്ലേ, ഞാൻ തിന്നുന്നു, അത്രേ ഉള്ളൂ, ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞു. അതിന്റെ കുറ്റം നിങ്ങൾ തന്നെ സഹിച്ചു കൊടുക്കണം. അപ്പൊ ഇദ്ദേഹത്തിന് ബോധ്യമായി. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഹർഷിയെ തേടി കൊണ്ടുപോയി. മഹർഷി തപസ്സിരിക്കുകയായിരുന്നു, എനിക്കും തപസ്സിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തപസ്സിരുന്നു. അദ്ദേഹത്തിനെ ദൈവം അനുഗ്രഹിച്ചു. അദ്ദേഹം തപസ്സിരുന്നു ദീർഘകാലം വരുമ്പോൾ ചിതൽ പുറ്റിങ്ങനെ മൂടി. പിന്നെ കഥ കുറേയുണ്ട്, ഞാൻ ദീർഘമായി പറയുന്നില്ല. അവസാനം ഇദ്ദേഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ഉണ്ടായി. ആദികവി എന്ന് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന മഹത്തായ ഗ്രന്ഥം, ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന ഇത്രമാത്രം മഹത്തായ ക്ലാസിക്കായ ഒരു ഗ്രന്ഥം പറയുന്നുണ്ടോ? രാമായണൊക്കെ വായിക്കണം. ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാ പറയുന്നത് പരമാവധി. പിന്നെ അതിന് കടല് പോലത്തെ സാധനമാണ്, ഒരുപാട് ഉപകഥകളുണ്ട്. ഇപ്പൊ എല്ലാം എന്നല്ല, നമുക്ക് ഏകദേശം ഗ്രഹിക്കാവുന്നതൊക്കെ ഗ്രഹിക്കണം. ഗ്രഹിച്ചിട്ട് അത് ലോകത്ത് തന്നെ അത്രയും ഒരു ക്ലാസിക്കായ ഒരു കൃതി പറയില്ല. ആരെഴുതിയത്? ഈ കാട്ടാളനാണ്. അപ്പൊ പുനർജന്മത്തിൽ, പുതിയ ജന്മത്തിൽ അയാളെ ലോകം ആദരിച്ചു, ആദികവി എന്ന് വിളിച്ചു. നമ്മളെല്ലാം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. മറ്റൊരു കഥ കൂടി പറയാം. ഒരുപാട് ഇങ്ങനെ മാറ്റം വന്ന കഥകൾ ഒരുപാടുണ്ട്, പക്ഷേ ഒരെണ്ണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മക്കയിൽ ഉക്കാല ചന്ത എന്നൊരു ചന്തയുണ്ട്. മക്കയിലാണ്.
ഇക്കാല ചന്ത എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗുണ്ടാത്തലവന്മാർ വിളയാടിയിരുന്ന ചന്തയാണ്. ആ ചന്തയിൽ ഒരു ഗുണ്ടാത്തലവനുണ്ടായിരുന്നു. ആ ഗുണ്ടാത്തലവന്റെ പേര് ഉമർ എന്നാണ്. എന്താ? ഉമർ. അപ്പോ ഈ ഏറ്റവും ദുഷിച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഉമർ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. കൊള്ള മാത്രമല്ല, ഗുണ്ടാ പ്രവർത്തനം മാത്രമല്ല, ബലാത്സംഗം, പിടിച്ചുപറി, അങ്ങനെ ഏതൊക്കെ വൃത്തികേടുകൾ ചെയ്യാമോ ആ വൃത്തികേടുകളൊക്കെ രാജാവായിരുന്നു ഉമർ. അവിടെ ധർമ്മം പ്രചരിപ്പിക്കാൻ പ്രവാചകൻ വന്നതോടുകൂടി ഉമറിന്റെ അടുത്തേക്ക് ആളുകളെ വിട്ടു, നീ നല്ല വഴിയിലേക്ക് വരണം എന്ന് ഉപദേശിക്കാൻ. പ്രവാചകൻ ആളുകളെ വിട്ട് പോയപ്പോ ആ വിട്ട ആളെ കൊന്നു. എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ മാത്രം ഒരു മുഹമ്മദോ, ആരെവിടെ, അവന്റെ തല വെട്ടിയിട്ടേ എനിക്ക് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ്